യൂറോപ്പ്, അമേരിക്ക ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോ ഈ ഒരു മേഖലയിൽ എത്തിയിട്ട് ഞാൻ 3 വർഷമായി. ഇപ്പൊ ഇത് ഇ കൊമേഴ്സ് ലോഞ്ച് ആയിട്ട് ഒരു 6 മാസമായിട്ടുള്ളൂ. അതില് ഓഫ്ലൈൻ സ്റ്റോർ പ്ലസ് ഓൺലൈൻ ആണ് ഔട്ട്ലെറ്റ് ഉള്ളത്. ബാംഗ്ലൂരാണുള്ളത്. ഒരു 2-3 മന്ത്സിന്റെ ഉള്ളിൽ നമ്മളിവിടെ കേരളത്തിൽ ലോഞ്ച് ആവാനുള്ള എല്ലാ വർക്കുകളും സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അതിന്റെ കോൺട്രാക്റ്റുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതാണ് മെയിൻ ആയിട്ടും ഫോക്കസ് ചെയ്യുന്നത്. വേറെ ചെറിയ പിസ്സയുടെ ഔട്ട്ലെറ്റ്, കഫേ, അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട്. പക്ഷെ അത് ഒരു ബാംഗ്ലൂർ വൈറ്റ് ഫീൽഡിൽ സ്റ്റാർട്ടപ്പ് ആയിട്ട് എല്ലാവരും വരാം. നമ്മള് നല്ല ഷവർമ്മ കഴിക്കാം. അല്ല, നമുക്കൊരു കഫേ, പിസ്സേറിയ, കഫേ ഉണ്ട് വൈറ്റ് ഫീൽഡ്. അവിടെയാണ് ഇപ്പോഴത്തെ നമ്മുടെ ഓഫീസും വരുന്നത്. ഓഫീസ് യൂണിറ്റ് ഇപ്പൊ 20-ൽ കൂടുതൽ തൊഴിലാളികൾ ഓൺലൈനിൽ മാത്രം വർക്ക് ചെയ്യുന്നുണ്ട്. ഒന്നുമില്ല, അവർക്ക് നമ്മൾ സാലറി അങ്ങോട്ട്, അവർക്ക് സാലറി ഉണ്ട്. അവർ വർക്ക് ചെയ്യുന്നതിന് സാലറി കൊടുക്കും. ഇല്ല, എക്സ്പോ മാത്രമല്ല, മിനിമം ദിവസത്തെയാണ് അവർ വർക്ക് ചെയ്യണം. ഒരു ജോലിയുടെ ഭാഗമാണ്. പ്ലസ് അതിനോട് കൂടെ ക്യാഷ് ലീവും ഈ എക്സ്പ്ലോർ ചെയ്യാൻ പോകാനുള്ള ബേസിക് അലവൻസും കാര്യങ്ങളും നമ്മൾ കൊടുക്കും. അത് ചെറിയ പിള്ളേരൊക്കെ ഒരു ഡിഗ്രി പ്ലസ് ടു കഴിഞ്ഞിട്ട് ഞങ്ങൾ പറയാൻ കാരണം എന്താ വെച്ചാൽ, പ്ലസ് ടു കഴിഞ്ഞ് അവിടെ വന്നിട്ടുള്ള കുറെ ആൾക്കാർ ലഹരിക്ക് അടിമപ്പെടും. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർ വരും, പോയിട്ട് ആദ്യം നെറ്റ്വർക്ക് പെടുന്നത് ഇങ്ങനത്തെ നെറ്റ്വർക്കിൽ പെടാം. ഈ നെറ്റ്വർക്കിനുള്ളിൽ പോയി പെടുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം വെച്ചാൽ ആളുകൾ ചെയ്യുന്ന എന്താണ് അത് ഇവർ ചെയ്തു തുടങ്ങും. അവർക്ക് സപ്ലൈസ് ആവും, ചിലപ്പോൾ കാരിയേഴ്സ് ആവും. ഇങ്ങനെ ആണ് ഇവർ ഷിഫ്റ്റ് ആവുന്നത്. അല്ലാതെ ഇവിടുന്ന് പോകുമ്പോൾ ചിലപ്പോൾ ഒരു എന്തോ സിഗരറ്റ് പോലും വലിക്കാത്ത ആൾക്കാരായി. അപ്പോൾ അവർക്ക് ഇങ്ങനത്തെ ഒരു ഇത് കിട്ടുമ്പോൾ എന്താണ്, അവർക്കൊരു ജോലി ഉണ്ട്, അതിന്റെ കൂടെ എന്താണ് അവർക്ക് വേറെ ജോലി നോക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതല്ലാതെ വരുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ഇവർക്ക് മിനിമം അവിടെ നിൽക്കേണ്ട ഒരു എക്സ്പെൻസ് മാനേജ് ചെയ്യേണ്ട ഒരു ബുദ്ധിമുട്ടുണ്ട്. അത് മാനേജ് ചെയ്യാൻ കൂടി വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മളൊരു എക്സ്പെൻസ് കൊടുക്കുന്നു. അവർക്ക് വേറെ ജോലി നോക്കണേ, വേറെ ജോലി നോക്കാം. പക്ഷെ ഇങ്ങനത്തെ ഒരു ചീത്ത കൂട്ടുകെട്ടിലേക്ക് പോയിട്ട് എന്ത് ചെയ്യാൻ കേടുവരാനുള്ള ഒരുപാട് മലയാളീസ് കുട്ടികളെ നമ്മളവിടെ കണ്ടിട്ടുണ്ട്. അതിന്റെ ബേസിക് സപ്പോർട്ട്, അതിന്റെ ഭാഗത്ത് നമ്മള് ലഹരി യാതൊരു പ്രൊമോട്ട് ചെയ്യൂല നമ്മളെ സ്റ്റൈലൊന്നും. അപ്പൊ അത് അങ്ങനെ ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാല് നമ്മള് റിമൂവ് ചെയ്യും. അതല്ലാതെ ക്ലീൻ ആയിട്ട് വരുന്ന ഒരു നല്ല ഉദ്ദേശത്തോടു കൂടി വരുന്നവർക്ക് ബേസിക് സപ്പോർട്ട് കാര്യങ്ങള് ഒക്കെ കിട്ടും. ആ സമയത്ത് അവർക്ക് അവിടെ എക്സ്പ്ലോർ ചെയ്യാം. എന്തെങ്കിലും പുതിയൊരു കാര്യങ്ങൾ അവർ കണ്ടു, അവർക്ക് ഇനിഷ്യേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ ഇറങ്ങാം. ആദ്യമായിട്ട് തന്നെ ഒരു കോൺട്രാക്റ്റും കമ്മിറ്റ്മെന്റും ഒന്നും ഇല്ലാതെ തന്നെയാണ് അവർക്ക് നമ്മളടുത്ത് വരാൻ പറ്റുക. മിനിമം 3 മാസമെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ട്. 3 മാസം മിനിമം നിൽക്കണം. അല്ലാതെ ഒരാഴ്ച വന്നുകൊണ്ട് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. അയാൾക്ക് എന്താണ് നടക്കുന്നത് മനസ്സിലാവാൻ പറ്റില്ല. 6 മാസത്തിന് കഴിഞ്ഞാൽ അയാൾ പോകുവാണ്. ഞങ്ങളിപ്പോ ഒരു 15 മുതൽ 50 വരെ സാലറി. അതിൽ വരുന്ന ആളുകൾ ഏത് പൊസിഷനിലാണ് സൂട്ട് ആവുന്ന വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള ഒരു പാക്കേജ് കിട്ടും. പിന്നെ അതിലേറെ അവർക്ക് സപ്പോർട്ടുകളും അവര് നല്ലൊരു ആശയമായിട്ടാണ്, ഒരു ബേണിംഗ് ഡിസയർ ആയിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അവർക്ക് കൂടുതൽ ഉപയോഗപ്പെടുത്താൻ പറ്റുന്നതാണ്. ഒരു വല്ല സ്റ്റാർട്ടപ്പിന്റെ ഇനീഷ്യൽ സ്റ്റേജിലൊക്കെ വരുന്നവരാണെങ്കിൽ അവർക്ക് നമ്മുടെ അടുത്ത് ഫൈനാൻസ് ടീം വർക്ക് ചെയ്യുന്നുണ്ട്, മാർക്കറ്റിംഗ് ടീം ഉണ്ട്, ടെക്നോളജിയിലുണ്ട്, പിന്നെ ഓപ്പറേഷനിലുണ്ട്. ഇവരെയൊക്കെ ആയിട്ട് ഇന്ററാക്ട് ചെയ്യണം, ഒന്ന് ക്ലാരിറ്റി വരണം എന്നൊക്കെ ഉള്ളവർക്കാണ് കൂടുതലും ബെനിഫിറ്റ് കിട്ടുക. മറ്റേത് അവര് ചെറിയ സ്വപ്നത്തിൽ വരുന്നവർക്കും കുഴപ്പമില്ല, എന്ത് ചെയ്യാൻ പറ്റും, ഡെലിവറിയൊക്കെ പോകുമ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റുക. പിന്നെ ഇവിടെ സൊമാറ്റോയിലോടാണ് ഇങ്ങനെ ഓപ്ഷൻ ഉണ്ട്, സ്വിഗ്ഗിയിൽ ഓടാൻ പറ്റും, അല്ലെങ്കിൽ ഊബറിലോടാൻ, അല്ലെങ്കിൽ കടകൾ നോക്കാം. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഉദ്ദേശത്തിലാണെങ്കിൽ അത് നടക്കും എന്നുള്ളതാണ്. പക്ഷെ നമ്മള് പഴയ നെറ്റ്വർക്ക് തന്നെയാണ് എക്സ്പോർട്ടിങ്ങിന്റെ. കന്യാകുമാരി, തൂത്തുക്കുടി, പിന്നെ മംഗലാപുരം എന്നൊക്കെ പ്രൊക്യൂർമെന്റ് ഡയറക്റ്റ് ആണ്. നമ്മളാകെ ഫിഷ് കൊടുക്കുന്നതിലും ഒരു കംപ്ലൈന്റ് എന്താ നേരെ റീഫണ്ട് ചെയ്തിട്ട് അതിന് പകരം നമ്മൾ പൈസ വാങ്ങാൻ വിട്ടുകൊടുക്കും. അത് 100% ഗ്യാരണ്ടി ആണ്. ഫ്രഷ്നെസ്സും അയച്ചു ഞങ്ങൾ ഓഫ്ലൈൻ സ്റ്റോറിലാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്തത്. നിലവിൽ 20 കിലോമീറ്റർ ഏരിയയിലാണ് നമ്മൾ ബാംഗ്ലൂർ സർവീസ് ഉള്ളത്. ഈ മാസത്തിൽ 2-3 മാസത്തിനുള്ളിൽ ബാംഗ്ലൂർ മൊത്തം വർക്ക് ചെയ്യാനുള്ള ലൊക്കേഷനുകൾ എടുത്തിട്ടുണ്ട്. അപ്പൊ 2 ലൊക്കേഷൻ കൂടി പുതിയത് നമ്മൾ എടുത്തിട്ടുണ്ട്. ഓൾറെഡി 2 ലൊക്കേഷനിൽ നമ്മളെ യൂണിറ്റ് ഉണ്ട്, ഡാർക്ക് സ്റ്റോർ ഉണ്ട്.